ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിൽ സ്നേഹിതരെ, 3 നോമ്പിൻ്റെ ദിവസങ്ങളിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണല്ലോ. ഒരു കൊച്ചു സന്ദേശം ഓർമ്മിപ്പിക്കട്ടെ. യോനാ പ്രവാചകന്റെ പുസ്തകത്തിലൂടെ ദൈവം നമ്മെ പഠിപ്പിക്കുന്ന ഒരു പ്രധാന പാഠമുണ്ട്. പ്രവാചകന്മാർ നമ്മിൽ നിന്നും വ്യത്യസ്തരായ ആളുകളല്ല, മറിച്ച് അവർ നമ്മെപ്പോലെയുള്ള മനുഷ്യരാണ്. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 5-ാം അധ്യായം 17-ാം അധ്യായത്തിൽ ഇപ്രകാരം സൂചിപ്പിക്കുന്നുണ്ടല്ലോ: പീപ്പിൾ വിത്ത് എ നേച്ചർ ലൈക്ക് അവേഴ്സ്. നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യരാണ് പ്രവാചകന്മാർ. അവർക്കും വീഴ്ചകളുണ്ടാകാം, പാളിച്ചകളുണ്ടാകാം, പ്രതിസന്ധികളുണ്ടാകാം. എന്നാൽ അവരെ നമ്മിൽ നിന്നും വ്യത്യസ്തരാക്കുന്ന ഒന്നുണ്ട്. അത് അവരിലുള്ള ദൈവത്തിൻ്റെ കൃപയാണ്. ആ ദൈവകൃപ ഒന്ന് മാത്രമാണ് നമ്മെയും അവരെയും വ്യത്യസ്തരാക്കുന്നത്. പരിശുദ്ധനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 27-ാം വാക്യത്തിൽ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് എപ്രകാരമാണ് എന്ന് സൂചിപ്പിക്കുന്നുണ്ടല്ലോ. ദൈവം ലോകത്തിൽ ഭോഷത്വമായതിനെ തിരഞ്ഞെടുത്തു. ഹി ചോസ് വൺ ഓഫ് ദ വീക്ക് പേഴ്സൺസ് ഓഫ് ദ വേൾഡ്. യോന എന്ന വീക്കായിട്ടുള്ള ഒരു പേഴ്സണെയാണ് ദൈവം അദ്ദേഹത്തിന് വേണ്ടി തിരഞ്ഞെടുത്തത്. ദൈവത്തിന്റെ പദ്ധതി ഈ ലോകത്ത് നടപ്പിലാക്കുവാൻ വീക്കായ യോനയെ തിരഞ്ഞെടുത്തതുപോലെ നമ്മളെയും ദൈവം തിരഞ്ഞെടുക്കും. നമ്മുടെ ബലഹീനതകളിൽ, കുറവുകളിൽ നമ്മെ തിരഞ്ഞെടുക്കുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.